ഗുഡ് മോർണിംഗ് ഓൾ. എല്ലാ ദിവസവും രാവിലെയുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിൽ കിടക്കാം. കഴിഞ്ഞ ദിവസമാണ് നമ്മളുടെ പ്രസിഡന്റ് ട്രംപ് ഇസ്രായേലിനോട് ഒരു നിർദ്ദേശം വെച്ചത്. ഇറാന് വലിയ തോതിൽ ആക്രമിക്കേണ്ട എന്നുള്ളൊരു നിർദ്ദേശം. ഇസ്രായേൽ ഇത് അംഗീകരിച്ചു. അതിനുശേഷം നടന്നത് ഇന്നലെ അമേരിക്ക ഇറാനെ ആക്രമിച്ചു എന്നുള്ളതാണ്. അതായത് നിങ്ങൾ ആക്രമിക്കേണ്ട, ഞങ്ങൾ ആക്രമിച്ചോളാം എന്ന് പറയും പോലെ. ഇതിന് കാരണമായിട്ട് ട്രംപ് പറയുന്നത് ഈ US-ൻ്റെ ഒരു ഹെലികോപ്റ്റർ ഇറാൻ വെടിവെച്ചിട്ടു. അതിന് പകരമായിട്ട് സെൽഫ് ഡിഫെൻസ് അറ്റാക്ക്, അമേരിക്ക നടത്തുന്ന പല അറ്റാക്കുകളെയും അമേരിക്ക വിളിക്കുന്നത് സെൽഫ് ഡിഫെൻസ് അറ്റാക്ക് അല്ലെങ്കിൽ നിയന്ത്രിതമായിട്ടുള്ള അറ്റാക്ക് എന്നുള്ള പേരിലാണ് വിളിക്കുന്നത്. അപ്പോൾ ഇറാൻ്റെ റഡാർ കേന്ദ്രങ്ങൾക്കെതിരെയെല്ലാം തന്നെ ഒരു വലിയ ആക്രമണം നടത്തി. അത് കാരണം ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഗ്ലോബൽ മാർക്കറ്റ് ചെറിയൊരു നെഗറ്റിവിറ്റി ഉണ്ട്. ക്രൂഡ് പ്രൈസും ചെറിയ തോതിൽ ഒരു സ്പൈക്ക് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ മാർക്കറ്റിൻ്റെ അവസ്ഥയാണ് കഷ്ടം. കാരണം തിങ്കളാഴ്ച ദിവസത്തെ വലിയൊരു സെൽ ഓഫിന് ശേഷം ഇന്നലെ RBI പുതിയ ലിക്വിഡിറ്റി മെഷേഴ്സ് കൊണ്ടുവന്നത് കൊണ്ട് മാർക്കറ്റ് ഇന്നലെ ബാങ്ക് നിഫ്റ്റി എല്ലാം തന്നെ ശക്തമായ രീതിയിൽ ഉയർന്ന് ഇന്ന് സത്യം പറയുകയാണെങ്കിൽ നല്ലൊരു ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്യേണ്ട മാർക്കറ്റാണ് ഉണ്ടായിരുന്നത്. പക്ഷേ അതല്ല സ്ഥിതി. ഇനി ഗ്ലോബലി നോക്കുകയാണെങ്കിൽ US-ൽ നിന്ന് ഇൻഫ്ലേഷൻ ഡേറ്റ വരുന്ന ദിവസമാണ് ഇന്ന്. നാളെ US-ൽ നിന്ന് പ്രൊഡ്യൂസേഴ്സ് പ്രൈസ് ഇൻഡെക്ഷൻ ഡേറ്റയും വരും. ഇന്ത്യയിൽ നിന്ന് വെള്ളിയാഴ്ച ദിവസമാണ് ഇൻഫ്ലേഷൻ ഡേറ്റ വരുന്നത്. അപ്പോൾ ഈ ഡേറ്റ പരമായിട്ടും വളരെയധികം പ്രത്യേകതകളുള്ള ദിവസങ്ങളാണ് ഇനി വരാൻ പോകുന്നത്. കൂടാതെ തന്നെ ഇന്ന് ഇൻഫോസിസ് 25 രൂപ ഡിവിഡൻഡ് കൊടുക്കുന്ന എക്സ് ഡിവിഡൻഡ് ഡേറ്റുമാണ് ഇന്നുള്ളത്. ഇനി നമുക്ക് നേരെ സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്കും ഗ്ലോബൽ മാർക്കറ്റിലേക്കൊക്കെ പോകാം. അതിന് മുമ്പായിട്ട് നമുക്ക് ഓപ്പൺ ഇൻട്രസ്റ്റ് ഒക്കെ നോക്കേണ്ടത്. എനിവേ ഓപ്പൺ ഇൻട്രസ്റ്റ് ഒക്കെ അവസാനം നോക്കാം. ഗ്ലോബൽ മാർക്കറ്റ് ആദ്യം കണ്ടുവരാം. ഗ്ലോബൽ മാർക്കറ്റിൽ ഏറ്റവും താഴെ നാസ്ഡാക്ക് ഇന്നലെ 250 പോയിൻറ്റ് മൈനസാണ്. ആക്ച്വലി നാസ്ഡാക്ക് ഫ്യൂച്ചറൊക്കെ പ്ലസ് ആയിരുന്നു. ഡോ എന്നാൽ പോസിറ്റീവിൽ ക്ലോസ് ചെയ്തു. യൂറോപ്യൻ മാർക്കറ്റ് എല്ലാം തന്നെ നെഗറ്റീവായിരുന്നു. ഇന്നലെ ഇന്ത്യ വിക്സ് ക്രാഷ് ചെയ്തിട്ടുണ്ടായിരുന്നു 8%. ഇന്ന് എന്താവും അവസ്ഥ എന്നറിയില്ല. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ജപ്പാൻ, കൊറിയ എല്ലാം നെഗറ്റീവാണ്. ഓസ്ട്രേലിയ ഫ്ലാറ്റാണ്. നാസ്ഡാക്ക് ഫ്യൂച്ചറും ഡോ ഫ്യൂച്ചറും നെഗറ്റീവാണ്. ഗിഫ്റ്റ് നിഫ്റ്റി ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഇന്നലെ നമ്മൾ ക്ലോസിങ് 23,347, ഇപ്പോൾ ഉള്ളത് 23,200. അപ്പോൾ നെഗറ്റീവ് ഓപ്പണിംഗ് ആണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ബ്രന്റ് ഓയിലെല്ലാം തന്നെ സ്പൈക്ക് ചെയ്ത് 92 എത്തി. ഏറ്റവും ടോപ്പിലേക്ക് പോകുകയാണെങ്കിൽ ഗോൾഡ് ഇടിഞ്ഞു, 1.5% ഇടിഞ്ഞു. സിൽവർ 1.5% ഇടിഞ്ഞു. ഗോൾഡ് 4,200, സിൽവർ 6,064 എന്ന നിലയിലാണ് ഉള്ളത്. US മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളിൽ വലിയ പ്രശ്നങ്ങളൊന്നും തന്നെയില്ല. ഫ്ലാറ്റായ രീതിയിൽ ക്ലോസിംഗ് നടത്തി കാണാം. വിപ്രോ, ICICI, HDFC എല്ലാം തന്നെ ഫ്ലാറ്റായ രീതിയിൽ ക്ലോസിംഗ് അറ്റ്ലീസ്റ്റ് നടത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകാം. അതിനു മുമ്പ് ഓപ്പൺ ഇൻട്രസ്റ്റ് നമുക്കൊന്ന് നോക്കാം. ഓപ്പൺ ഇൻട്രസ്റ്റ് 23,350 ഉണ്ടായിരുന്നത്. PCR എല്ലാം തന്നെ 1 above ആയിരുന്നു ഉണ്ടായിരുന്നത്. പൊതുവേ ബുള്ളിഷ് ആയിരുന്നു. പക്ഷേ ഇന്ന് ഈ പുട്ട് ഷോർട്ട് ചെയ്ത ആളുകൾ, മാർക്കറ്റിൻ്റെ അടുത്ത മണിയുടെ ഒക്കെ അടുത്ത് പുട്ട് ഷോർട്ട് ചെയ്ത ആളുകളെല്ലാം തന്നെ അവർ ലോസ് ബുക്ക് ചെയ്യുന്ന ഒരു സിനാരിയോ ഉണ്ടായേക്കാം. മാർക്കറ്റ് ഗ്യാപ്പ് ഡൗൺ ആണെങ്കിൽ. കാരണം ഇന്നലെ മാർക്കറ്റ് വലിയ തോതിൽ ബുള്ളിഷായിരുന്നു. ഇനി ക്രിപ്റ്റോ കോഴ്സ് അബ്സല്യൂട്ട്ലി ഫ്രീ ആയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ വീഡിയോയുടെ താഴെ ഒരു ഗൂഗിൾ ഫോം ഉണ്ട്, ഫില്ല് ചെയ്യാം. അതിനുശേഷം നമ്മൾ കോൺടാക്റ്റ് ചെയ്യാം. അബ്സല്യൂട്ട്ലി ഫ്രീ ആയിട്ട് നമ്മൾ ക്രിപ്റ്റോ കോഴ്സ്, അത് ഇന്ത്യൻ മാർക്കറ്റിലെ ഇന്ത്യൻ ബ്രോക്കർ ഉപയോഗിച്ചിട്ടുള്ള കോഴ്സാണ്. ഡെൽറ്റ എക്സ്ചേഞ്ച് ഇന്ത്യ, അല്ലാതെ വിദേശ ബ്രോക്കറൊന്നുമല്ല. അപ്പോൾ ഫസ്റ്റ് കമൻറ്റിൽ ഗൂഗിൾ ഫോം ഉണ്ട്, ഫില്ല് ചെയ്യുക. ഇനി സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകാം. എയർടെല്ലിന് കഴിഞ്ഞ ദിവസം ഈ സ്പെക്ട്രത്തിൻ്റെ ഒരു അവർക്ക് ഫേവറബിൾ ആയിട്ടുള്ളൊരു ഓർഡറിൽ വന്നല്ലോ. അപ്പോൾ അതിനെ തുടർന്ന് 10,500 കോടി രൂപയുടെ സാമ്പത്തിക ലാഭം ഉണ്ടായതായിട്ട് കമ്പനി അറിയിച്ചു. ഇൻഡിഗോ ഈ എണ്ണ കമ്പനികളെല്ലാം തന്നെ ഏവിയേഷൻ ടർബൈൻ ഫ്യൂവൽ ATF ഇതിൻ്റെ വില 10% വർധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ തൊട്ട് താഴെ ഓയിൽ മാർക്കറ്റിംഗ് കമ്പനീസിൻ്റെ ന്യൂസ് സെയിം തന്നെയാണ്. ഇത് ഏത് രീതിയിലാണ് ബാധിക്കുന്നത്? ഈ ഓയിൽ മാർക്കറ്റിംഗ് കമ്പനീസിന് ദീർഘകാല ഓർഡറുകൾ കിട്ടാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ ഇത് പ്രൈസ് മെക്കാനിസം വഴിയാണ്. അതായത് 3 വർഷം വരെ പ്രൈസ് ലോക്ക് ഉണ്ട്. 3 വർഷം വരെ പ്രൈസ് ലോക്ക് ഉണ്ട്. അതിന് ഇടയിലുണ്ടാകുന്ന പ്രൈസ് വേരിയേഷൻസിൽ
ബാധിക്കില്ല. അതുകൊണ്ട് ഇൻഡിഗോ കമ്പനികൾക്കും ഏവിയേഷൻ കമ്പനികൾക്കും ഗുണകരമാണ്. കാരണം പ്രൈസ് വ്യത്യാസങ്ങളിൽ നിന്ന് തന്നെ ബാധിക്കില്ല. പ്രൈസ് മെക്കാനിസം വഴി പ്രൈസ് ലോക്കിൻ ചെയ്തിരിക്കുകയാണ്. ഓയിൽ മാർക്കറ്റിംഗ് കമ്പനീസിനും ദീർഘകാല ഓർഡറുകൾ ലഭിക്കുമെന്നുള്ളതാണ് പൊതുവെ വിലയിരുത്തുന്നത്. അജന്ത ഫാർമ ഇവരുടെ പ്രൊമോട്ടേഴ്സ് ഏകദേശം 34 ലക്ഷം ഷെയറുകൾ ഓഫ്ലോഡ് ചെയ്തു. എംകൊറെ ഫാർമ കമ്പനി BC ഇൻവെസ്റ്റ്മെൻറ്റ് 36 ലക്ഷം ഷെയറുകൾ ഓഫ്ലോഡ് ചെയ്തു, സെല്ല് ചെയ്ത് മാറി. ഡിക്സൺ ടെക്കിന് ഇവർക്ക് ഒരു ജംടെക് ടെക്നോളജിയുടെ ഭാഗത്തുനിന്ന് ഒരു ഒപ്റ്റിക്കൽ വയറിൻ്റെ ഒരു മാനുഫാക്ചറിങ് ഓർഡർ ലഭിച്ചതായിട്ടുള്ള ന്യൂസ് ഉണ്ട്. വെൽസ്പൻ കോർപ്പ് കമ്പനിയുടെ സബ്സിഡിയറി കമ്പനി വെൽസ്പൻ കോർപ്പിന് സൗദി അറേബ്യയിലെല്ലാം തന്നെ ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്. അപ്പോൾ അവിടെയുള്ള സൗദി അറേബ്യയിൽ ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ള ഇവരുടെ തന്നെ ഒരു സബ്സിഡിയറി കമ്പനി വിറ്റ് മാറി എന്നുള്ള ന്യൂസ് ഉണ്ട്. $75 മില്യൺ വിറ്റ് മാറിയിട്ടുള്ളത്. ഹിന്ദുജ ഗ്ലോബൽ കമ്പനി ഇവർ ഉത്തർപ്രദേശിൽ ഇൻ്റർനെറ്റ് ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യാനായിട്ട് അവിടുത്തെ സ്റ്റേറ്റ് ഗവൺമെൻറ്റായിട്ട് ധാരണയായിട്ടുണ്ട്. അഫ്കോൺ കൺസ്ട്രക്ഷൻ 5,301 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചു. HCL ടെക് കമ്പനി സൈബർ സെക്യൂരിറ്റി സെൻറ്റർ ഇവർ എക്സ്പാൻഡ് ചെയ്യുകയാണ് ഗ്ലോബലി. ഡെക്കാൻ ഗോൾഡ് മൈൻ കമ്പനി സ്പെയിനിലുള്ള ലോർഗാസ് മിനറൽ എന്ന് പറഞ്ഞ കമ്പനിയുടെ 51% സ്റ്റേക്ക് അക്യൂർ ചെയ്തു എന്നുള്ളതാണ് ഇപ്പോഴുള്ള ന്യൂസ്. അപ്പോൾ നമുക്ക് വൈകിട്ട് കാണാം. എല്ലാവർക്കും ശുഭദിനം. ക്രിപ്റ്റോയുടെ കോഴ്സ് വേണ്ട ആളുകൾക്ക് ഫസ്റ്റ് കമൻറ്റിൽ ഗൂഗിൾ ഫോം ഉണ്ട്, ഫില്ല് ചെയ്യാം. താങ്ക് യു.